ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. ഇന്നത്തെ വ്ലോഗ് ഇസ് ആലപ്പുഴ വ്ലോഗ് ആലപ്പുഴ. യെസ്. അപ്പൊ അമ്മ അവിടെ ഒരു ഷൂട്ടിന് വേണ്ടി പോയേക്കാണ് സിനിമയുടെ. അപ്പൊ അമ്മ അവിടെ ലൊക്കേഷനിൽ അമ്മയ്ക്ക് ഇന്ന് ഷൂട്ടില്ല. അപ്പൊ ഞങ്ങള് കൊച്ചിയിൽ നിന്ന് അവിടെ വരെ പോവാണ് ഒരു ഔട്ടിങ്ങിന് വേണ്ടിയിട്ട്. ആലപ്പുഴ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഓ ഒരു ചേട്ടൻ വരുന്നുണ്ട്. നൈസ്. ഓ ഹലോ ദേർ. നിനക്ക് വണ്ടി അറിയോ പറയാൻ? എന്താ അതുണ്ടാക്കിയ സൗണ്ട്? അയ്യേ ഇന്ന് ലൊക്കേഷൻ മാപ്പ് നോക്കാനായിട്ട് ഇരുത്തിക്കുന്ന രാത്രിയാണ്. ഇതുവരെ വളരെ രസമായിരുന്നു. എനിക്ക് റോഡിനെ പറ്റി യാതൊരുവിധ ഐഡിയ ഇല്ല. ഞാൻ നല്ലോണം പറഞ്ഞു. നല്ല പോലെ രാത്രി താഴത്തെ ആരോ കാണുന്നില്ല, കാറ് കാണുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ് മാപ്പില്. ഞാൻ എവിടെ തിരിയണമെന്ന് പറയുമ്പോൾ രാത്രി 0 meters. I am with a great travel partner today and we're having so much fun. അമ്മ വണ്ടിയിൽ പാട്ട് വെക്കുന്ന കേബിൾ കൊണ്ടേ കളഞ്ഞു. സോ നമ്മൾ അന്താക്ഷരി കളിച്ച് പോകേണ്ടി വരും. അല്ലെങ്കിൽ നമ്മള് FM എവിടെ പോയി പറക്കാം നമുക്ക്. മനസ്സ് എനിക്ക് അറിഞ്ഞൂടാ കളഞ്ഞെന്ന് അമ്മയ്ക്ക് അറിയില്ലെന്ന് പറഞ്ഞു. ആലപ്പുഴ 56 കിലോമീറ്റർ. അയ്യോ ടോളിന് എത്ര രൂപയാ? 45 ആണോ? എന്റെ ബാഗില് എന്താ ലൈൻ 1 ആണോ 2 ആണോ? ലൈൻ 1 മതി. എനിക്ക് ഫസ്റ്റ് എത്തണം. എടുക്ക് ടോൾ. എന്റെ പേഴ്സ് 500 അല്ല 50 rupees രാത്രി. അതിനോടില്ല അതിനകത്ത് തപ്പണ്ട. ഒറ്റ കൈകൊണ്ട് നടക്കൂല. നമുക്ക് ചുമ്മാ പാട്ട് വയ്ക്കാൻ പറ്റില്ല. Radio Mango, Radio Mango, Radio Mango. നമ്മള് ഒന്ന് എല്ലാം അറിയുന്ന ആൾക്കാരെ അതെ 45 ആയിരിക്കണം. നമ്മള് ഭയങ്കര എല്ലാം അറിയുന്ന ആൾക്കാരെ പഠിക്കണം. പറഞ്ഞിട്ട് ഹൗ മച്ച് റെഡി 45 അല്ലേ? ഓക്കെ നൈസ്. നമുക്ക് ഫാസ്റ്റ് ആക്കുന്നുണ്ടല്ലേ? വലിയ ആളായിട്ട് 45 അല്ലേ ചോദിച്ചു. ഇതെടുത്ത് നീട്ടി കുഴപ്പമില്ല, ഒന്നും പറയാനില്ല, സംഭവിക്കും. ഇത് ഞാൻ പറയാനോ ഓവർ ആക്കരുത്. ഷോ ഇറക്കാൻ പോരുത് നിങ്ങൾ. ശശി നിങ്ങള് ചമ്മിപ്പോയി. നല്ല കാര്യല്ലേ? ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന ചേട്ടന്മാര് ചേച്ചിമാര് ഭയങ്കര ഇഷ്ടം. ഞാനും അതെ. എനിക്ക് ക്രോസ് ചെയ്യാൻ അറിയില്ല. കണ്ട ക്രോസ് ചെയ്യാൻ ഓടിയൊക്കെ വരണം പേടിപ്പിക്കാൻ. ബൈ ഗൈസ്. ചിലപ്പോ ഞാൻ വ്ളോഗ് എടുക്കാൻ മറന്നു. അപ്പൊ ഇത്ര ആയിരിക്കും ചിലപ്പോ ഇന്നത്തെ വ്ളോഗ്. എൻജോയ് ആൻഡ് എൻജോയ്.
ചിരിക്കുന്നതിനും രാത്രി ഞാനിവിടെ ഇറക്കി വീഡിയോ ഈ ചേട്ടൻ തന്നെ ബാക്കിലെത്തി പിന്നെ നമ്മള് എത്തി, സ്ഥലം എത്തി. അപ്പൊ നമ്മൾ വിചാരിച്ചു അമ്മയെ വിളിച്ചൊന്ന് പ്രാങ്ക് ചെയ്യാം. നോക്കാം, പിടിച്ച നമ്മള് പറയുമ്പോഴാണ് നമ്മള് വീട്ടിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അങ്ങനെ അമ്മയ്ക്ക് മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്. ആണോ? ബിക്കോസ് അറിയില്ല. ഐ തിങ്ക് റെഡി. ഹലോ. ഇല്ല അമ്മ. എന്താ അവിടെ പരിപാടി? നീ പറഞ്ഞു എന്തെങ്കിലും കാര്യം. ഞാൻ ഇവിടെ എന്തെങ്കിലും വെറുതെ ഞങ്ങളിപ്പോ ഇറങ്ങും. ഇപ്പൊ ഒരു 1.5 മണിക്കൂറാണ്, അല്ല 1 മണിക്കൂറാണ് കാണിക്കണ ലൊക്കേഷനില്. കുറച്ച് പണി ഉണ്ടായിരുന്നു വീട്ടില് ചെയ്യാൻ. നിങ്ങൾ ഒരു പണിയും ചെയ്യുന്ന കാണാനില്ല. ഇതെന്താ ഉച്ചവരെ പണി? കുറച്ചും കൂടെ പണി ചെയ്ത് പിന്നെ കുളിച്ചിറങ്ങി നിന്നു. ഇറങ്ങാണ് നമ്മള്. പിന്നെ ഇവിടെ ഒരു മഴക്കോളും. നമ്മളൊരു ഇപ്പൊ എത്ര മണിയായി സമയം? ഞങ്ങളൊരു 12-1 മണിയാകുമ്പോ എത്തും. അല്ല, എപ്പോഴാ ലൊക്കേഷനിൽ എന്താ ഫുഡ്? എനിക്കറിയാമോ? ഇറങ്ങണമെങ്കിൽ ഇറങ്ങി വാ, കിള്ളിക്കൊണ്ടിരിക്കാതെ. ഇറങ്ങി വാ. ഏതാ റൂം? 313 ആണ്. കേറി വാ. ഞാനമ്മ
അമ്മയോട് ഇന്നലെ എവിടെ റൂമെന്ന് വെച്ചപ്പോ അമ്മ പറഞ്ഞത് വന്നിട്ട് ആദ്യം വന്നിട്ട് പറയാം, അതാണ് വിളിച്ചത്. നിങ്ങൾ ഇറങ്ങാനല്ലേ പറഞ്ഞ ഞാൻ വീട്ടിൽ വിളിക്കാൻ, നിങ്ങളെ വിളിച്ച തന്നെ. ഇങ്ങനെയല്ലേ നമ്മൾ ഓരോരുത്തർക്ക് സർപ്രൈസ് കൊടുക്കുന്നത്. റൂമിൽ വന്ന് കേറിയിട്ട് നോക്ക് ചെയ്തിട്ട് സർപ്രൈസ് തരാത്തത്. ആ റൂം നമ്പർ അറിയണ്ട, ഞങ്ങൾ ഏത് റൂമിൽ പോയി ബെല്ലടിക്കും. അപ്പൊ നിങ്ങൾ നേരത്തെ ഇറങ്ങുമ്പോ ചോദിക്കണം, അല്ലെങ്കിൽ രാവിലെ ചോദിച്ചു നോക്കണായിരുന്നു. അപ്പൊ വരുന്നില്ലെന്നുള്ള ഈ അമ്മയ്ക്ക് കൊടുക്കണ്ടായിരുന്നു. ബൈ. 313 അല്ലേ? ഓക്കെ ശരി, ബൈ. കമ്മിങ് ഓൺ അവർ വേ. രാവിലെ ഒന്നും ഞാൻ വിചാരിച്ചില്ല. ഗായ്സ്, അപ്പൊ നമ്മള് എത്തി. ഞാനും തന്നെയും ഫസ്റ്റ് ആണ് ഇത്രക്ക് ദൂരേക്ക് ഒറ്റയ്ക്ക് ട്രാവൽ. എനിക്ക് വണ്ടി തരണ്ടേ? എനിക്ക് തരൂലേ അവര്? തരുമ്പോ നമ്മളത് മാക്സിമം യൂസ് ചെയ്യണം. It was good. I enjoy. എന്താ വണ്ടിയിലിരുന്ന് ഇങ്ങനെ ബേക്ക്ഡ് പൊട്ടേറ്റോസ് ആയി. ചൂടെടുത്ത oh my god, AC ഇട്ടിട്ട് പോലും വേർക്കുമായിരുന്നു. ഓക്കെ, അപ്പം സൈനിങ് ഓഫ് ഗായ്സ്. എന്നെ എന്റെ ഔട്ട്ഫിറ്റ് ഒന്ന് കാണിക്കും. ഇനി പഞ്ചാബിന്ന് ഇറങ്ങി വന്ന പോലെയാണ് ഗായ്സ്. പഞ്ചാബല്ല, ഞാൻ ഫോട്ടോ. ഓ, എന്റെ ഭാഷ. ആണോ? ആ ശരി. ഓ ശരി ശരി. അതെ അതെ, അന്ന് പറഞ്ഞല്ലോ. അപ്പൊ ശരി.